Good morning. Cash management തീരണേൻ്റെ മുന്നേ you have one more model. Baumol's മോഡലാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ക്യാഷ് ബഡ്ജറ്റ് പഠിച്ചു. One more model of cash management is there which is known as Miller-Orr model. Clear? ഒരു മോഡലും കൂടിയുണ്ട്. അത് Miller-Orr മോഡലാണ്. Clear? So ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പുതിയ ടെക്നിക്കാണ്. It is developed for business with uncertain cash inflows. അതായത് സ്ഥിരതയില്ലാത്ത ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഉള്ള ഓർഗനൈസേഷൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. ക്ലിയർ? അതായത് ക്യാഷ് ബാലൻസിന് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വെച്ചിട്ട് ക്യാഷിനെ കൺട്രോൾ ചെയ്യാണ്. ക്ലിയർ? അതായത് നമ്മൾ ലോവർ ലിമിറ്റിലേക്ക് എത്തുമ്പോൾ കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വരിക. വൺസ് ഇറ്റ് റീച്ചസ് ദ അപ്പർ ലിമിറ്റ് കുറച്ച് പൈസ ചിലവാക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ റീഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ക്യാഷ് കുറയ്ക്കുക. അതായത് ടു മച്ച് ഓഫ് ക്യാഷ് ആൻഡ് ലെസ് ക്യാഷ് ഇസ് ഡേഞ്ചറസ് ടു ദ കമ്പനി. വിത്തൗട്ട് ഹോൾഡിംഗ് പ്രോപ്പർ ലിക്വിഡിറ്റി കമ്പനി കനോട്ട് സർവൈവ്, ആൻഡ് ടു മച്ച് ഓഫ് ലിക്വിഡിറ്റി വിൽ സാക്രിഫൈസ് ദ പ്രോഫിറ്റബിലിറ്റി. So there is a great trade-off between liquidity and profitability, because higher the liquidity, lesser the profitability, and higher the profitability, lesser will be the liquidity. So അത് തമ്മിലുള്ള ട്രേഡ് ഓഫ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ക്യാഷ് ബാലൻസ് കൃത്യമായി സെറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ക്യാഷ് സ്പെൻഡിങ് റേറ്റ് ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ടല്ല വെക്കുന്നത്. അസംഷൻസ് ഉണ്ട് ഈ ഒരു മോഡലിന്. എന്തൊക്കെയാണ് അസംഷൻസ് എന്നുള്ളത് നോക്കാം. അതായത് ഓരോ ദിവസവും ബിസിനസ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാഷ് റെസീപ്സും ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആർ സ്റ്റോക്കാസ്റ്റിക്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാഷ് റെസീപ്സും ക്യാഷ് പേയ്മെൻറ്റും ആണ് ഓരോ ബിസിനസ്സിനും ഉണ്ടാവുന്നത്. ക്ലിയർ? അതേപോലെ ഡെയിലി ക്യാഷ് ബാലൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഒക്കേഴ്സ് റാൻഡംലി. അതായത് കഴിഞ്ഞ ദിവസം 5,000 ആണ് ബാലൻസ് വെച്ചാൽ ഈ ദിവസം അത് 6 ആവാം, 7 ആവാം, ഓർ 9 ആവാം, 10 ആവാം. ഇറ്റ് ഈസ് റാൻഡംലി. ക്ലിയർ? ആൻഡ് ദർ ഈസ് എ പോസിബിലിറ്റി ടു റീഇൻവെസ്റ്റ് ഐഡിൽ ക്യാഷ് ഇൻ ടു മാർക്കറ്റബിൾ. അതായത് നമ്മുടെ കയ്യിൽ എക്സസ് ഓഫ് ക്യാഷ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ, കുറച്ച് പൈസ ലിക്വിഡിറ്റിക്ക് വേണ്ടി വെച്ചിട്ട് ബാക്കിയുള്ള പൈസ റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. റീഇൻവെസ്റ്റ് ഐഡിൽ ക്യാഷ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ക്ലിയർ? And also one more assumption is that there is a transaction fee when marketable securities are bought or sold. Marketable securities വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിനൊരു ട്രാൻസാക്ഷൻ ഫീ ഉണ്ട്. ക്ലിയർ? And the business maintains a minimum acceptable cash balance which is called lower limit. ബിസിനസ്സിന് ഒരു മിനിമം ബാലൻസ് ഉണ്ട്. മിനിമം ഇൻവെൻട്രി, മിനിമം റീഓർഡർ ലെവൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ മിനിമം ആയിട്ടുള്ള ഒരു ക്യാഷ് ബാലൻസ് ഉണ്ട്. ആ ക്യാഷ് ബാലൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോവർ ലിമിറ്റ്. ക്ലിയർ? സോ ലെറ്റ് us see how the cash is controlled in Miller-Orr model. Miller-Orr മോഡലിൽ എങ്ങനെയാണ് ക്യാഷ് കൺട്രോൾ ചെയ്യണത് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ബാലൻസ് ഈ എച്ച് എന്ന് ഈ ഒരു ഇതൊന്ന് നോക്കാം. ഈ ഒരു ഇതിനെ പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡും എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ക്യാഷിൻ്റെ ബാലൻസുമാണ് കാണിക്കുന്നത്. അതായത് സെഡ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് എത്തി. അതായത് നോട്ട് ഇറ്റ് ടച്ചസ് ദ അപ്പർ കൺട്രോൾ ലിമിറ്റ് വിച്ച് ഇസ് നോൺ ആസ് എച്ച്. എച്ചിൽ എത്തിക്കഴിഞ്ഞാൽ എച്ചിനെ ക്രോസ് ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസയാണ്. ദിസ് ഈസ് ദ ടൈം ദാറ്റ് യു ക്യാൻ പർച്ചേസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ക്ലിയർ? ആ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഐഡിൽ ആയിട്ടുള്ള പൈസ, അതായത് നമ്മൾ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്നോ പൈസയൊക്കെ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്നത് എത്രത്തോളം വേണം? സോ ദാറ്റ് ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ദ നോർമൽ. നോർമൽ എന്ന് പറയുന്നത് സെഡ് ആണ്, സെഡ് കാറ്റഗറിയാണ്. ക്ലിയർ? ഇത് ഈ സെഡിലേക്ക് തന്നെ തിരിച്ചെത്തും. ക്ലിയർ? ഇനി ഇങ്ങനെ പോയി ഈ ഒരു ക്യാഷ് ബാലൻസ് ചിലപ്പോൾ ഏറ്റവും താഴത്തെ ലൈൻ, അതായത് ഓ ടച്ച് ചെയ്യും.
ക്ലിയർ. അപ്പോൾ ആ ഓ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ദിസ് ഇസ് ലോവർ കൺട്രോൾ ലിമിറ്റ്, ഇതിനേക്കാളും താഴെ പോകാൻ പാടില്ല. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത സെക്യൂരിറ്റീസ് ഇല്ലേ, ആ സെക്യൂരിറ്റീസ് ഇവിടെ വിൽക്കുകയാണ് നമ്മൾ ചെയ്യണത്. വിൽക്കുമ്പോൾ എന്താ, നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും കയറിപ്പോവും, അതായത് സെറ്റ് ക്രോസ് ചെയ്യണം. ദിസ് ഈസ് ഹൗ ക്യാഷ് ബാലൻസ് ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ യു ഹാവ് സെറ്റ് ഹിയർ, you have H and O. Purchase and sale of marketable securities is done so that cash balance is maintained in the organization. Clear? അപ്പോൾ അതാണ് മില്ലർ ഓർ മോഡലിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ ക്യാഷ് ബാലൻസ് അപ്പർ കൺട്രോൾ ലിമിറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്താ ചെയ്യണത്, ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എച്ച് സെറ്റ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും എവിടെ എത്താൻ, സെഡിലേക്ക് തിരിച്ചെത്താൻ, ടു റിട്ടേൺ ബാക്ക് ടു ദ നോർമൽ ക്യാഷ് ബാലൻസ്. ഇൻ ദ സെയിം വേ ക്യാഷ് ബാലൻസ് ടച്ചസ് ദ ലോവർ കൺട്രോൾ ലിമിറ്റ്, ദ ഫേം വിൽ സെൽ ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഒ സെഡ്. സെഡിലേക്ക് തിരിച്ചെത്താൻ, ടു അഗെയിൻ ടു റിട്ടേൺ ടു ദ നോർമൽ ക്യാഷ് ബാലൻസ്. സോ ദർ ഇസ് എ സ്പ്രെഡ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു സ്പ്രെഡ് ഉണ്ട്. എന്താ സ്പ്രെഡ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ക്യാഷ് ബാലൻസ് വിച്ച് ഇസ് കമ്പ്യൂട്ടഡ്. ആ സ്പ്രെഡിനെ നമ്മൾ പറയണതാണ് സെഡ് ആണ്. ക്ലിയർ? ആ സ്പ്രെഡ് കമ്പ്യൂട്ട് ചെയ്യണ ഫോർമുലയാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്, എഴുതിയിരിക്കണം. സെഡ് ഇസ് ഈക്വൽ ടു 3 × 3/4 ഇൻറ്റു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻറ്റു വേരിയൻസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് raised to the power 1/3. And return point is calculated with the help of this formula, lower limit plus spread by 3. Clear? And variance also can be calculated. Moonu formulakum there is no shortcuts for this formula. So come on dear students, you should study this. Clear? And see this illustration. A company has a policy of maintaining a minimum cash balance of 1 lakh. 1 lakh maintain ചെയ്യാണ്. The standard deviation in daily cash balances is 10,000. The interest rate on cash balance is 0.01%. The transaction cost is given as 50. Compute the upper control limit and return point as per Miller or model. Clear? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലമാണ്. ആദ്യം തന്നെ സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മിക്കവാറും മില്ലർ ഓർ മോഡലല്ല, മറ്റേ ബോമോൾസ് മോഡലാണ് മിക്കതും പ്രോബ്ലംസ് ചോദിക്കാറ്. എന്നാലും സെറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പ്യുവർലി മെക്കാനിക്കലാണ്. സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, സെറ്റിൻ്റെ ഫോർമുല എഴുതാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 50 രൂപയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. വേരിയൻസ് ഇസ് ഓൾസോ ഗിവൺ 10,000. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നിരിക്കുന്നത്, നമുക്ക് വേണ്ടത് വേരിയൻസ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD സ്ക്വയർ ചെയ്യുക, അപ്പോൾ നമുക്ക് വേരിയൻസ് ആയി. കണ്ടോ? ഇൻറ്റു 1/3 ഡിവൈഡഡ് ബൈ പോയിൻറ്റ്. പെർസെൻറ്റേജിലാണ് ഇവിടെ തന്നിട്ടുള്ളത്, അപ്പോൾ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 2 സീറോയും കൂടി എക്സ്ട്രാ ആയി പോവും. ആൻഡ് വർക്കിംഗ് ഔട്ട് ദിസ് യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ആസ് ദ ആൻസർ. വർക്കൗട്ട് ചെയ്ത് നോക്കുക വാട്ട് യു ആർ ഗെറ്റിംഗ്. ക്ലിയർ? ഇപ്പോൾ സെറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സെറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ പ്രോബ്ലം ആയോ? ഇല്ല. സെറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ കൺട്രോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സെറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡാണ്. അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, മുകളിലേക്ക് എത്തണത്. അപ്പോൾ മിനിമം ക്യാഷ് ബാലൻസ് 1 ലക്ഷമാണ്. കണ്ടോ? മിനിമം കീപ്പ് ചെയ്യണ ക്യാഷ് ബാലൻസ് 1 lakh ആണ്. അപ്പോൾ മിനിമം കീപ്പ് ചെയ്യണ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇതാണ് 1 lakh. സ്പ്രെഡ് കിട്ടി. ക്ലിയർ? അതായത് മിനിമം ക്യാഷ് കീപ്പ് ചെയ്യണ ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് വരെ എത്തും. സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പ്രെഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എമൗണ്ട് കിട്ടും. ഇത് രണ്ടും എത്തിക്കഴിഞ്ഞാൽ അത് അപ്പർ ലിമിറ്റിൽ ടച്ച് ചെയ്യും. ക്ലിയർ? അപ്പോൾ സോ ഇവിടെ നോക്കൂ, 1 lakh ആണ് മിനിമം ക്യാഷ് ബാലൻസ്. മിനിമം ക്യാഷ് ബാലൻസ് ഇസ് 1 lakh. ഇതാണ് നമ്മളുടെ സ്പ്രെഡ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ അപ്പർ കൺട്രോൾ ലിമിറ്റായി.
റിട്ടേൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയുണ്ട്. ലോവർ ലിമിറ്റ് പ്ലസ് സ്പ്രെഡ് ഡിവൈഡഡ് ബൈ 3 ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ ലോവർ കൺട്രോൾ ലിമിറ്റ് ഓൾസോ. ക്ലിയർ? ബോമോൾസ് മോഡൽ മില്ലർ ഓർ മോഡലും രണ്ടും പഠിക്കാനുള്ളതാണ്. ക്യാഷ് മാനേജ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റിസീവബിൾസ് ഇൻവെൻട്രി മാനേജ്മെൻറ്റും നമ്മുടെ കഴിഞ്ഞതാണ്. അതിലൊന്നും പുതുതായിട്ട് പഠിക്കാനില്ല, ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അവസാനമായിട്ട് റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഉള്ളത്. ചെറിയ ഒരു 5-6 പ്രോബ്ലംസ് അതിലുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ സാധാരണ ക്വസ്റ്റ്യൻസ് കുറവാണ് ആ ഭാഗത്തുനിന്ന് പ്രോബ്ലംസ് ചോദിക്കാറ്. എന്നാലും നമുക്ക് 5-6 എണ്ണം കൂടി ചെയ്യാം. മീൻ വൈൽ ചെയ്യാം. ഞാൻ നിങ്ങൾ വന്നിട്ട് അത് എടുക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് വിട്ടതാണ്. സോ അടുത്ത ആഴ്ച തന്നെ ഈ 3 ചാപ്റ്ററും, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും, പിന്നെ ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇത്രയും വെച്ചിട്ട് ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. ക്ലിയർ? ഓക്കെ, ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ്.